ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ വചനമാകുന്ന ദൈവത്തെ ഹൃദയപൂർവ്വം ആശ്ലേഷിക്കാൻ തിരുസഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ഒട്ടുമിക്ക ഇടവകകളിലും ഈ ദിവസങ്ങളിൽ തിരുവചനം ഉറക്കെ പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇടവക ദേവാലയങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. ഡിസംബർ എന്ന ഒരു മാസത്തിൽ മാത്രം ചെയ്തു തീർക്കേണ്ട ഒരു പുണ്യപ്രവൃത്തിയല്ല ബൈബിൾ വായന. വചനം ദൈവമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ സത്യദൈവമായ സത്യവചനത്തെ നിരന്തരം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാൻ തിരുസഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 45 വർഷങ്ങൾക്ക് മുമ്പ് മലയാള കരയിലെത്തിയ സമ്പൂർണ്ണ ബൈബിൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഇരുപ്പുറപ്പിച്ചിട്ട് ഏതാണ്ട് അത്ര തന്നെ കാലമായല്ലോ. ഈ ദിവസങ്ങളിൽ എൻ്റെ ഇടവകയിലെ കുടുംബ കൂട്ടായ്മകളിൽ ആദ്യാവസാനം ബൈബിളൊന്ന് വായിച്ചവരുടെ ഒന്ന് കൈ ഉയർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ കൂട്ടായ്മകളെല്ലാം കഴിഞ്ഞപ്പോഴും വിരലിലെണ്ണാവുന്നവർ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ഇങ്ങനെ എല്ലാ ദിവസവും മുടങ്ങാതെ വചനം വായിച്ചും ചില പ്രത്യേക കാലഘട്ടത്തിൽ വായിച്ചും ഒന്നോ അതിൽ കൂടുതലോ ആവർത്തി സമ്പൂർണ്ണ ബൈബിള് വായിച്ച് തീർത്തവർ. ഇന്നുവരെ ബൈബിൾ കൈകൊണ്ട് തൊടാത്ത സത്യക്രിസ്ത്യാനികളുണ്ട്. വചനഗ്രന്ഥത്തിൽ നിന്ന് ഒന്ന് തുറന്ന് വായിക്കാൻ മനസ്സ് കാണിക്കാത്ത ക്രിസ്ത്യാനി. വചനത്തെ ഉപാസന ചെയ്യാനും വചനമാകുന്ന ദൈവത്തെ ആരാധിക്കുവാനുമുള്ള കടമ നമുക്കുണ്ടായിരിക്കെ നമ്മുടെ സ്വന്തം ഭവനത്തിൽ നാം ഒരു വിലയേറിയ നിധി പോലെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരിക്കലും തൊടാത്ത ഈ ഗ്രന്ഥം ഒന്ന് തുറന്ന് വായിക്കാനുള്ള മനസ്സ് നമുക്കേവർക്കും ഉണ്ടാകണമെന്ന് ഈ കാലഘട്ടം ഓർമ്മിപ്പിക്കുകയാണ്. വീട് വെഞ്ചിരിപ്പിന് വാങ്ങിയ പുതിയ ബൈബിൾ 4-5 വർഷം കഴിഞ്ഞ് അതേ വീട്ടിൽ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ പേജുകൾ തമ്മിലുള്ള ബന്ധം പോലും വേർപെടുത്താതെ മുറിച്ചു മാറ്റാതെ ഇപ്പോഴും ഭവനങ്ങളിൽ ഇരിക്കുന്നു ബൈബിൾ. പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പുകൾ അവരുടെ കൂട്ടായ്മകളിൽ വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് പോയി വചനത്തെ അടിമുടി വ്യാഖ്യാനിച്ച് പഠിച്ച് വചനബദ്ധമായ ജീവിതം നയിക്കുമ്പോൾ കൈകൊണ്ടുപോലും തൊടാത്ത പൂജ്യവസ്തുവായി കത്തോലിക്ക വിശ്വാസി വചനത്തെ ഇന്നും സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സത്യദൈവമായ ഈ വചനത്തെ സ്വന്തമാക്കാനുള്ള വലിയൊരു അഭിവാഞ്ച നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊന്ന് കോറിയിടണം. ഒരു കഥപുസ്തകം വായിക്കുന്ന ലാഘവത്തോടെയല്ല, ദൈവത്തെ അറിയാനുള്ള വ്യഗ്രതയോടെ, ആഗ്രഹത്തോടെ ഓരോ വാക്കുകളും ഓരോ വാക്യങ്ങളും ഓരോ അധ്യായങ്ങളും ഓരോ പുസ്തകവും നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകുന്ന ഏറ്റവും ഹൃദയപരമാർത്ഥമായ ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെയൊക്കെ സ്വന്തമായി അവിടുന്ന് ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ,
വിശുദ്ധ ഗ്രന്ഥത്തെ സ്നേഹിക്കുന്നവരാകാൻ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഉപാസകരാകാൻ, ലോകാസായ വചനമാകുന്ന ദൈവത്തെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാനുള്ള നല്ല മനസ്സ് നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. എല്ലാ വിശ്വാസികളും ഈ ഒരു കാലഘട്ടം ബൈബിൾ വായിക്കുവാനുള്ളൊരു കാലഘട്ടമായി ഗൗരവത്തോടെ മനസ്സിലാക്കി ഉത്തരവാദിത്വബോധത്തോടെ വചന ഉപാസകരായി തീരാൻ അവിടുന്ന് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.